ഹലോ ഫ്രണ്ട്സ്, മലമ്പുഴ ഗവൺമെൻറ് ഐ.ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരീഷ് മേനോൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വിവിധ ട്രേഡുകളിൽ ആവശ്യമുള്ള വീഡിയോസും പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് PID കൺട്രോളർ. എന്താണ് PID കൺട്രോളർ? പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് കൺട്രോളർ. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. ദർ ആർ ടു മെയിൻ ടൈപ്സ് ഓഫ് കൺട്രോളേഴ്സ്, കണ്ടിന്യൂസ് കൺട്രോളർ ആൻഡ് ഡിസ്കണ്ടിന്യൂസ് കൺട്രോളർ. നമ്മൾ കൺട്രോളറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്കൊരു മേജറായ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കൺട്രോളർ ആൻഡ് ഡിസ്കണ്ടിന്യൂസ് കൺട്രോളർ. ഇതിൽ ഡിസ്കണ്ടിന്യൂസ് കൺട്രോളർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചത് ഓൺ ഓഫ് കൺട്രോളർ അല്ലെങ്കിൽ 2 പൊസിഷൻ കൺട്രോളർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതേപോലെയുള്ള കൺട്രോളേഴ്സിനെയാണ് ഡിസ്കണ്ടിന്യൂസ് കൺട്രോളർ എന്ന് പറയുന്നത്. അത് 2 പൊസിഷൻ കൺട്രോളറുണ്ട്, 3 പൊസിഷൻ ഉണ്ട്, മൾട്ടി പൊസിഷനുണ്ട്. കണ്ടിന്യൂസ് കൺട്രോളർ വരുന്നതാണ് PID, പ്രൊപ്പോർഷണൽ കൺട്രോളർ, ഇൻ്റഗ്രൽ കൺട്രോളർ ആൻഡ് ഡെറിവേറ്റീവ് കൺട്രോളർ. ആദ്യം നമുക്ക് പ്രൊപ്പോർഷണൽ കൺട്രോളറെ കുറിച്ച് പഠിക്കാം. എന്താണ് പ്രൊപ്പോർഷണൽ കൺട്രോളർ? അതിന് ഡെഫിനിഷൻ പല രീതിയിലുള്ള ഡെഫിനിഷൻ ഉണ്ട്. നമുക്കൊരു 3 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 നോക്കാം. ദ പ്രൊപ്പോർഷണൽ കൺട്രോളർ ഗീവ്സ് ആൻ ഔട്ട്പുട്ട് വിച്ച് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ എറർ സിഗ്നൽ. വളരെ സിമ്പിളാണ്. അതായത് ഏതൊരു കൺട്രോളറിൻ്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നു. ആ കൺട്രോളർ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഔട്ട്പുട്ട് എന്താണ്? എറർ കുറയ്ക്കുക എന്നുള്ളതാണ്. കൺട്രോളർ ഡ്യൂട്ടി എന്ന് പറയുന്നത് സെറ്റ് പോയിൻറ്റും പ്രോസസ് വേരിയബിളും തമ്മിലുള്ള എററിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ആ എററിനെ 0 ആക്കുക എന്നുള്ളതാണ് ഒരു കൺട്രോളർ ഡ്യൂട്ടി. അതിനുവേണ്ടി ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഈ ഔട്ട്പുട്ട് എററിന് പ്രൊപ്പോർഷണലായിരിക്കും പ്രൊപ്പോർഷണൽ കൺട്രോളറിൽ. മറ്റൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ കൺട്രോളർ ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് എറർ. പ്രസൻറ്റ് എററിനെ മാത്രമേ പ്രൊപ്പോർഷണൽ കൺട്രോളർ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മളിത് കൂടുതൽ പഠിച്ചു വരുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും. അടുത്ത ഞാൻ ഡെഫിനേഷനിലേക്ക് പോകാം. പ്രൊപ്പോർഷണൽ കൺട്രോളർ ഡിസൈഡ്സ് ഹൗ മച്ച് ദ കൺട്രോളർ ഔട്ട്പുട്ട് ഈസ് നീഡഡ് ടു റിഡ്യൂസ് ദ എറർ ടു 0. അത് കുറച്ചും കൂടെ ക്ലിയർ ആയൊരു ഡെഫിനേഷനാണ്. അതായത് കൺട്രോളർ ഔട്ട്പുട്ട് എത്ര അളവിൽ കൊടുക്കുന്നു, ഹൗ മച്ച് കൺട്രോളർ ഔട്ട്പുട്ട്, എത്രമാത്രം അളവിലുള്ള കൺട്രോളർ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്. എന്തിന്? എറർ 0 ആക്കാൻ വേണ്ടി. അപ്പോൾ 3 ഡെഫിനേഷൻ പഠിച്ചു. ഒന്ന്, പ്രൊപ്പോർഷണൽ കൺട്രോളർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ എറർ സിഗ്നൽ. Proportional controller directly proposed to the error signal. Proportional controller depends on the present error, and the proportional controller decides how much controller output is needed to reduce the error to 0. Mathematically, it is expressed as C of t is proportional to E of t. Proportional constant മാറ്റി കഴിഞ്ഞാൽ C of t equal to Kp into E of t. ഇതിൽ Kp എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് ഓർ കൺട്രോളർ ഗെയിൻ എന്ന് പറയുന്നു. C of t എന്ന് പറയുന്നത് കൺട്രോളർ ഔട്ട്പുട്ട്, E of t എറർ. ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം പോലെ തന്നെയാണ് പ്രൊപ്പോർഷണൽ കൺട്രോളർ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ദ Kp ഷുഡ് ബി കെപ്റ്റ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. Kp എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ഗെയിൻ, അത് 1ൽ കൂടുതലായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. A higher controller gain will increase the amount of proportional control action for a given error. Higher controller gain will increase the amount of proportional control. Okay. If the controller gain is too high, the control loop will begin oscillating and become unstable. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. If the controller gain is too high, that is നമ്മൾ Kp ഫിക്സ് ചെയ്യുന്ന അത് കൂടുതലാണെങ്കിൽ, കൺട്രോളർ ഗെയിൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണെങ്കിൽ എന്താണ് സംഭവിക്കാത്ത? കൺട്രോൾ ലൂപ്പ് വിൽ ബി ഓസിലേറ്റ് ചെയ്യും, അതുപോലെ അൺസ്റ്റേബിൾ ആകും Kpയുടെ അളവ് കൂടുകയാണെങ്കിൽ. ഇഫ് ദ കൺട്രോളർ ഗെയിൻ ഈസ് ടു ലോ, ഇറ്റ് വിൽ നോട്ട് റെസ്പോണ്ട് അഡേക്വറ്റ്ലി ടു ദ ഡിസ്റ്റർബൻസസ് ഓർ സെറ്റ് പോയിൻറ്റ് ചേഞ്ചസ്. അതായത് ഔട്ട്സൈഡ് വരുന്ന വേരിയേഷൻസ് അനുസരിച്ച് വളരെ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുകയില്ല. എപ്പോൾ? Kp കുറവാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ Kp ഓരോ സിസ്റ്റത്തിനും അതനുസരിച്ചിട്ട് ട്യൂൺ ചെയ്യാൻ സമയമെടുത്ത് അത് നമ്മൾ കൊടുക്കേണ്ട വാല്യൂ കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല.
അത് ബൈ ട്രയൽ ആൻഡ് എറർ, അതായത് നമ്മൾ കൊടുത്ത് നോക്കിയാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഇത്രയാണ് കൊടുക്കാൻ പറ്റുക പറയാൻ പറ്റില്ല. അത് നമ്മൾ ബൈ ട്രയൽ ആൻഡ് എറർ ആയിരിക്കും. ഓരോ പ്രോസസ്സിനും അത് മാറിക്കൊണ്ടിരിക്കും. അതിൽ കുറച്ച് ടേംസിനെ ഡെഫിനിഷനുണ്ട്. പ്രൊപ്പോർഷണൽ ഗെയിൻ. എന്താണ് പ്രൊപ്പോർഷണൽ ഗെയിൻ? ദ പ്രൊപ്പോർഷണൽ ഗെയിൻ ഈസ് ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് കൺട്രോളർ ഔട്ട്പുട്ട് ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൺട്രോളർ ഇൻപുട്ട്. പ്രൊപ്പോർഷണൽ ഗെയിൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഇൻ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് പെർസെൻറ്റേജ്. പ്രൊപ്പോർഷണൽ ഗെയിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൊപ്പോർഷണൽ ബാൻഡ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ട് കൺട്രോൾഡ് വേരിയബിൾ സ്പാൻ ദാറ്റ് വിൽ കോസ് 0 to 100% ചേഞ്ച് ഇൻ കൺട്രോളർ ഔട്ട്പുട്ട്. പ്രൊപ്പോർഷണൽ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ പ്രോസസ് വേരിയബിളിൻ്റെ ഒരു ബാൻഡാണ്, അതായത് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ്. ആ വാല്യൂവിൽ ആയിരിക്കും കൺട്രോളർ ഔട്ട്പുട്ട് 0 to 100% വേരി ചെയ്യുന്നത്. ഇത് അടുത്തൊരു ഗ്രാഫ് ഉണ്ട്, അതിൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ശ്രദ്ധിക്കുക, ഇവിടെ സെറ്റ് പോയിന്റ് നമ്മൾ 500 ഫിക്സ് ചെയ്തിരിക്കുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് ഈ ഇൻസ്ട്രുമെൻ്റ് 0 to 1000 ഒരു റേഞ്ചിലുള്ള ഏതെങ്കിലും ടെമ്പറേച്ചർ ആയിക്കോട്ടെ എന്ന് വയ്ക്കുക, 0 to 1000 ഡിഗ്രി സെൽഷ്യസ്. ഇതിൻ്റെ നമ്മൾ പ്രൊപ്പോർഷൻ ബാൻഡ് സെറ്റ് ചെയ്തേക്കുന്നത് 5% പ്രൊപ്പോർഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെറ്റ് പോയിന്റ് 500 ആണെങ്കിൽ 500ന് രണ്ട് സൈഡിലേക്കും, അത് 500 പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ഒരു 2.5 പകുതി 5% പ്രൊപ്പോർഷൻ ബാൻഡ് എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷൻ ബാൻഡിൻ്റെ ഹാഫ് 2.5% മൈനസും അതുപോലെ 2.5% അപ്പും. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 500 നമ്മുടെ സെറ്റ് പോയിൻ്റ് എങ്കിൽ 500ന് 2.5% കുറവെന്ന് പറയുന്നത് 475, കൂടുതലെന്ന് പറയുന്നത് 525. അതായത് നമ്മുടെ ഒരു പ്രോസസ് വേരിയബിൾ ഏതെങ്കിലും ഒരു ഇതായിക്കോട്ടെ, നമുക്ക് ടെമ്പറേച്ചർ എന്ന് എടുക്കാം. ടെമ്പറേച്ചർ ആണെങ്കിൽ 500 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 475 ഡിഗ്രി സെൽഷ്യസിലാണ് ആ വാൽവ് 100% അല്ലെങ്കിൽ ഏതൊരു കൺട്രോളറാണോ 100% നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? 475. 0% എപ്പോഴാണ്? 525. അപ്പോൾ 475നും 525 ഇടയ്ക്ക് അതിനെയാണ് ഇപ്പോൾ പ്രൊപ്പോർഷണൽ ബാൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോസസ് വേരിയബിളിൻ്റെ ഒരു ബാൻഡാണ് ഇത്. ആ ബാൻഡിലായിരിക്കും കൺട്രോളർ ഔട്ട്പുട്ട് 0 to 100% വേരി ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ 500 ഡിഗ്രി സെറ്റ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ 5% പ്രൊപ്പോർഷണൽ ബാൻഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2.5% കുറവും 2.5% കൂടുതലും എന്ത് ചെയ്യുന്ന സെറ്റ് പോയിന്റിൽ നിന്ന്. അപ്പോൾ 475 മുതൽ 525 വരെ. അപ്പോൾ 475 നമ്മൾ കൺട്രോളർ ഔട്ട്പുട്ട് ഫുള്ള് വേണ്ടത്, 525 കൺട്രോളർ ഔട്ട്പുട്ട് 0-ലെത്തുക. അപ്പോൾ കൺട്രോളർ ഔട്ട്പുട്ട് 0 to 100% വേരി ചെയ്യാൻ വേണ്ടി പ്രോസസ് വേരിയബിൾ വരുന്ന ബാൻഡ്, അതിനെയാണ് നമ്മൾ പ്രൊപ്പോർഷണൽ ബാൻഡ് എന്ന് പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ പ്രൊപ്പോർഷണൽ ബാൻഡ് ആൻഡ് പ്രൊപ്പോർഷണൽ ഗെയിൻ. പ്രൊപ്പോർഷണൽ ബാൻഡ് ഈക്വൽ ടു 100 ഗെയിൻ, ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ ഗെയിൻ ഈക്വൽ ടു തിരിച്ച് പറഞ്ഞാൽ 100/PB, അത് പെർസെൻറ്റേജ് ആയിരിക്കും 100/PB. ഈ പ്രൊപ്പോർഷണൽ കൺട്രോളിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഓഫ്സെറ്റ് നോക്കാം. ഫോർ എവറി കൺട്രോളർ ഇറ്റ്സ് അൾട്ടിമേറ്റ് എയിം ഈസ് ടു ഗെറ്റ് ദ പ്രോസസ് വേരിയബിൾ ടു ദ സെറ്റ് പോയിന്റ് വാല്യൂ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏത് കൺട്രോളറിൻ്റെയും ഡ്യൂട്ടി. ഫോർ എ പ്രൊപ്പോർഷണൽ കൺട്രോൾ സിസ്റ്റം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റിട്ടേൺ ദ മെഷർമെൻറ്റ് എക്സാക്ട്ലി ടു ഇറ്റ്സ് സെറ്റ് പോയിന്റ്, സിൻസ് പ്രൊപ്പോർഷണൽ കൺട്രോൾ ഓൺലി adjust in response to a change in the error, not to the error's duration. This steady state error between SP and PB is called offset in process control. വിശദമാക്കാം. അതായത് ഒരു പ്രൊപ്പോർഷണൽ കൺട്രോളർ നമ്മൾ പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസസ് ഒന്നും ഇല്ല എങ്കിൽ, അതായത് വളരെ സ്മൂത്തായി കൊടുക്കുന്ന പ്രോസസ്സാണ്, വെളിയിൽ നിന്നുള്ള ഒരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ അത് സെറ്റ് പോയിന്റിൽ തന്നെ റീച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതേ സമയത്ത് എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ്, ഡിസ്റ്റർബൻസ് വന്നാൽ അല്ലെങ്കിൽ ലോഡ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോസസ്സ് ആകുമ്പോൾ എപ്പോഴും ലോഡ് ചേഞ്ചസ് വരാനുള്ള, ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ കൺട്രോളറിൽ സെറ്റ് പോയിന്റ് ഒരിക്കലും റീച്ച് ആവില്ല. അതിന് പകരം അത് എവിടെയെങ്കിലും ഒരു കോംപ്രമൈസ് ഔട്ട്പുട്ടിൽ എത്തുകയുള്ളൂ. അതിപ്പോൾ നമ്മുടെ സെറ്റ് പോയിന്റ് ഇപ്പോൾ ഒരു ടെമ്പറേച്ചറിൻ്റെ കേസിൽ നമ്മൾ 100 ഡിഗ്രി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 95 ഡിഗ്രിയോ അല്ലെങ്കിൽ 98 ഡിഗ്രിയിലത്
കൺട്രോളായി നിൽക്കും. അവിടെ ഒരു ചെറിയ എറർ ഉണ്ടാകുന്നു. അതായത് ഡെഫിനേഷൻ പറഞ്ഞാൽ ദ റെസിഡ്യൂവൽ എറർ ഇൻ ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് ദ സെറ്റ് പോയിന്റ്. സെറ്റ് പോയിന്റിനോട് ചേർന്ന് തന്നെ സെറ്റ് പോയിന്റ് ഒരിക്കലും റീച്ച് ആവുകയില്ല. അതായത് പ്രൊപ്പോർഷണൽ കൺട്രോളർ ഉപയോഗിക്കുമ്പോൾ പ്രോസസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള ലോഡ് ചേഞ്ചസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും സെറ്റ് പോയിന്റ് റീച്ച് ചെയ്യില്ല. അതിന് പകരം സെറ്റ് പോയിന്റിനേക്കാളും ഒരു കുറഞ്ഞ അളവിലായിരിക്കും സ്റ്റെബിലൈസ് ആവുക അല്ലെങ്കിൽ കൺട്രോൾ ആവുക. അതൊരു കോംപ്രമൈസ് ആവുകയാണ് ചെയ്യുന്നത്. അത് ആ എറർ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ ഉള്ള ആ എററിനെയാണ് ഓഫ്സെറ്റ് എറർ എന്ന് പറയുന്നത്. ഇത് പ്രൊപ്പോർഷൻ കൺട്രോളിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇവിടെ നമ്മൾ ആ ഗ്രാഫിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നമ്മളൊരു സെറ്റ് പോയിന്റ് കാണുന്നുണ്ട് സെറ്റ് ചെയ്തേക്കുന്ന. അതിനകത്ത് സെറ്റ് പോയിന്റും നമ്മൾ ഇത് കൺട്രോളർ ഔട്ട്പുട്ട് വന്ന ശേഷവും സെറ്റ് പോയിന്റ് എന്താണ് അവിടെ റീച്ച് ചെയ്യുന്നില്ല. അതിന് പകരം സെറ്റ് പോയിന്റ് റീച്ച് ചെയ്യേണ്ട ഒരു ബാൻഡിലാണ് നിൽക്കുന്നത്. ആ ഓസിലേഷൻ കഴിഞ്ഞ ശേഷം സ്റ്റെബിലൈസ് ആവുന്നുണ്ട്. സ്റ്റെബിലൈസ് ആയിട്ട് എത്തുന്നത് എന്താണ്, ഒരിക്കലും സെറ്റ് പോയിന്റ് റീച്ച് ചെയ്യുന്നതിന് താഴെയാണ് നിൽക്കുന്നത്. ആ എററിനെയാണ് എന്ത് പറയുന്നത്, ഓഫ്സെറ്റ് എറർ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ പ്രോസസ് we will controlling will have a clearly defined set point. Most of the process we will be controlling will have a clearly defined set point. If we wish to restore the process to the set point after a disturbance, then the proportional action alone will be insufficient. നേരത്തെ പറഞ്ഞു, അതായത് പ്രൊപ്പോർഷൻ കൺട്രോളിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഏതെങ്കിലും രീതിയിലുള്ള പ്രോസസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള വേരിയേഷൻസ്, അതായത് ലോഡ് ചേഞ്ചസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസസ്, അത് ഏത് പ്രോസസ്സിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ കൺട്രോൾ ഒരിക്കലും അത് സെറ്റ് പോയിന്റ് കറക്റ്റ് സെറ്റ് പോയിന്റിലേക്ക് നമ്മുടെ പ്രോസസ്സ് വേരിയബിളിനെ എത്തിക്കുകയില്ല. അതിന് പകരം വേറെ ഒരു കുറഞ്ഞ വാല്യൂവിൽ അത് സ്റ്റെബിലൈസ് ആകും. അപ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ എററിനെയാണ് പറയുന്നത് ഓഫ്സെറ്റ് എറർ. Conditions that must be fulfilled for a proportional controller gives better results. ഒരു പ്രൊപ്പോർഷണൽ കൺട്രോളർ ബെറ്റർ റിസൾട്ട് തരുന്നതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ബെറ്റർ റിസൾട്ട് തരും അത് ഈ 2 കണ്ടീഷൻ. ആ 2 കണ്ടീഷൻ പറയുകയാണ്. ദ ഡീവിയേഷൻ ഷുഡ് നോട്ട് ബി ലാർജ്. ഡീവിയേഷൻ കൂടുതൽ ഡിസ്റ്റർബൻസ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. വളരെ സ്മൂത്തായ പ്രോസസ്സുകൾ, ഡീവിയേഷൻസ് കൂടുതലുണ്ടാകാത്ത ഒരു സ്മൂത്ത് പ്രോസസ്സ്, അതിൽ പ്രൊപ്പോർഷണൽ കൺട്രോളർ സഫീഷ്യൻ്റ് ആണ്, ബെറ്ററാണ്. ദ ഡീവിയേഷൻ ഷുഡ് നോട്ട് ബി സഡൻ. പെട്ടെന്നുള്ള ചേഞ്ചസും ഉണ്ടാകാൻ പാടില്ല. അതായത് അപ്പം നമ്മളിപ്പോൾ ഒരു പ്രൊപ്പോർഷണൽ കൺട്രോളിനൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ തന്നെ ഇപ്പം ഒരു മനുഷ്യൻ്റെ കാര്യം തന്നെ എടുക്കാം. ഒരാൾക്കൊരു എയിമുണ്ട്, നമുക്ക് ഇന്നതാകണം എന്നുള്ളൊരു എയിം വയ്ക്കുന്നു. അത് നമ്മുടെ സെറ്റ് പോയിൻ്റ് എന്ന രീതിയിൽ ഗോൾ, എനിക്കൊരു എഞ്ചിനീയർ ആകണം. പക്ഷേ അതിന് നമ്മൾ പല കടമ്പകളുണ്ട്. നമുക്ക് ആ മുന്നോട്ട് പോകുന്തോറും നമുക്ക് പല തടസ്സങ്ങളുണ്ടാകാം. ഈ തടസ്സങ്ങൾ വരുമ്പോൾ അപ്പം എന്തായാലും പല തടസ്സങ്ങളും ഉണ്ടാകാം. ഈ തടസ്സങ്ങൾ നമ്മൾ കോംപ്രമൈസ് പോയി കഴിഞ്ഞാലോ ഒരിക്കലും നമുക്ക് ആ ഗോൾ റീച്ച് ചെയ്യില്ല. ചിലപ്പോൾ അതിന് താഴെ നമുക്ക് എവിടെയെങ്കിലും ഒതുങ്ങിച്ചേരേണ്ടതായി വരും. നമ്മുടെ ആഗ്രഹം എഞ്ചിനീയർ ആകുക അല്ലെങ്കിൽ നല്ലൊരു ഹൈ ലെവലിലെത്തുക. പക്ഷേ നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്ക് നമ്മുടെ എയിമിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതേ കേസ് തന്നെയാണ് ഇവിടെ പ്രൊപ്പോർഷൻ കൺട്രോളിന് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ആ രീതിയിലേക്ക് എടുക്കുക. ഓക്കെ, നമ്മൾ പ്രോസസ്സിലും അതുപോലെയാണ്. കൺട്രോളർ ഔട്ട്പുട്ട് കൊടുക്കുന്നെങ്കിലും അത് ഒരിക്കലും സെറ്റ് പോയിന്റ് റീച്ച് ചെയ്യുന്നില്ല. അതിന് പകരം നമുക്ക് പ്രോസസ്സ് വേരിയബിൾ എത്രമാത്രം കൺട്രോളർ ഫംഗ്ഷൻ ചെയ്താലും പ്രോസസ്സ് വേരിയബിളിനെ സെറ്റ് പോയിന്റിൽ എത്തിക്കാതെ പ്രോസസ്സ് വേരിയബിൾ താഴെ ഒരു വാല്യൂവിൽ കോംപ്രമൈസ് ചെയ്യുന്നു. ഈ രീതിയിൽ കോംപ്രമൈസ് ചെയ്യും. അപ്പോഴാണ് ഓഫ്സെറ്റർ ഉണ്ടാകുന്നത്. ഈ ഓഫ്സെറ്റർ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷണൽ കൺട്രോളിൻ്റെ കൂടെ ഇൻ്റഗ്രൽ ആക്ഷൻ ആഡ് ചെയ്യേണ്ടി വരും. നമുക്കടുത്ത ഇൻ്റഗ്രൽ ആക്ഷൻ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ഭാഗത്ത് നോക്കാം. പ്രൊപ്പോർഷണൽ കൺട്രോളറിൻ്റെ അഡ്വാൻറ്റേജസ്: ഈസി ടു ഇംപ്ലിമെൻറ്റ്, ലോ കോസ്റ്റ്, ഈസി ടു tune the proportional constant, rapid response, good for small capacities. ഇതാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ്: റെസ്പോൺസ് ഓൺലി ചേഞ്ച് ഇൻ എററിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ക്രിയേറ്റ്സ് ഓഫ്സെറ്റ് എറർ. നമ്മൾ പറഞ്ഞു ഓഫ്സെറ്റ് എറർ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് പ്രൊപ്പോർഷണൽ കൺട്രോളിൻ്റെ ക്രിയേറ്റിംഗ് ഓഫ്സെറ്റ്. എന്താണ് ഓഫ്സെറ്റ് എന്നുള്ളതും പറഞ്ഞു. അത് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ ഫൈൻ കൺട്രോളിങ് ഈസ് നോട്ട് പോസിബിൾ. അത് ഈ പറയുന്നത് തന്നെയാണ്, ഒരു കോംപ്രമൈസിങ് ആണ് അതിൽ ചെയ്യുന്നത്. കറക്റ്റായിട്ട്
നമ്മൾ ആ സെറ്റ് പോയിന്റ് റീച്ച് ചെയ്യുന്നില്ല, അതിന് പകരം എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്നു. കാരണം വരുന്ന ഡിസ്റ്റർബൻസിലെ കറക്റ്റ് അതനുസരിച്ചിട്ട് പ്രോസസ്സിൽ വരുന്ന വേരിയേഷൻസിനെ കറക്റ്റ് ചെയ്യാതെ ഒരു കോംപ്രമൈസിലേക്ക് പോകുന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ സെറ്റ് പോയിന്റിൽ എത്തുന്നില്ല, അതിന് താഴെ എത്തുന്നുള്ളൂ. ആ എററിനെയാണ് ഓഫ്സെറ്റ് എറർ എന്ന് പറയുന്നത്. അടുത്തത് ഇന്റഗ്രൽ കൺട്രോളർ. Integral control is the control mode where the controller output is proportional to the integral of the error with respect to time. പേരിൽ തന്നെയുണ്ട് ഇൻ്റഗ്രൽ. അത് കൺട്രോളർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ടു ദ ഇൻ്റഗ്രൽ ഓഫ് ദ എറർ ആണ്. വേറൊരു ഡെഫിനേഷൻ പറഞ്ഞാൽ ഇൻ്റഗ്രൽ കൺട്രോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പാസ്റ്റ് എറർ. നമ്മൾ പ്രൊപ്പോർഷൻ കൺട്രോളർ പഠിച്ചു, അവിടെ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രസൻറ്റ് എററിനെയായിരുന്നു. ഇവിടെ എങ്ങനെയാണ് ഇൻ്റഗ്രൽ കൺട്രോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പാസ്റ്റ് എറർ. അടുത്തത് ഇൻ്റഗ്രൽ കൺട്രോൾ ഡിസൈഡ്സ് ഹൗ ലോങ് ദ കൺട്രോളർ ഔട്ട്പുട്ട് വിൽ ബി ഗിവൺ ടു റെഡ്യൂസ് ദ എറർ ടു 0. ടൈം ശരിക്കും നോക്കുക, ഹൗ ലോങ്. അതായത് നമുക്ക് ഏതൊരു കൺട്രോളർ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു കൺട്രോളർ ഔട്ട്പുട്ട് കൊടുത്ത് നമ്മുടെ പ്രോസസ്സ് വേരിയബിളിനെ സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു കൺട്രോളർ ഔട്ട്പുട്ട് കൊടുക്കണം. ആ ഔട്ട്പുട്ട് എത്ര അളവിൽ കൊടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നതാണ് പ്രൊപ്പോർഷണൽ കൺട്രോളർ. ഇൻ്റഗ്രൽ കൺട്രോളറോ ആ ഔട്ട്പുട്ട് എത്ര സമയത്തേക്ക് കൊടുക്കണം, ഹൗ ലോങ് ദ കൺട്രോളർ ഔട്ട്പുട്ട്, കൊടുക്കുന്ന കൺട്രോളർ ഔട്ട്പുട്ട് എത്ര ടൈമിൽ കൊടുക്കണം എന്നുള്ള തീരുമാനമാണ് ഇൻ്റഗ്രൽ കൺട്രോളർ എടുക്കുന്നത്. അത് മാത്തമാറ്റിക്കലി നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സി ഓഫ് ടി ഈസ് പ്രൊപ്പോർഷൻ ടു ഇൻ്റഗ്രൽ ഓഫ് ഇ ടി ഡി ടി. സി ഓഫ് ടി ഈക്വൽ ടു കെ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ ടി ഡി ടി. സി ഓഫ് ടി എന്ന് പറയുന്നത് കൺട്രോളർ ഔട്ട്പുട്ട്, ഇ ഓഫ് ടി എറർ, കെ ഐ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് ഓർ റീസെറ്റ് ഗെയിൻ. ഇതിൽ വേറൊരു കാര്യം പറയും, ഇൻ്റഗ്രൽ കൺട്രോളറിന് മറ്റൊരു പേരുണ്ട്, റീസെറ്റ് കൺട്രോളർ. ഇൻ്റഗ്രൽ കൺട്രോളറുടെ മറ്റൊരു പേരാണ് റീസെറ്റ് കൺട്രോളർ. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ഫീഡ്ബാക്ക് ലൂപ്പ് തന്നെയാണ്. ആ ഫീഡ്ബാക്ക് ലൂപ്പിൽ എടുക്കുന്ന ഗെയിനിൽ നമ്മൾ ആ പ്രൊപ്പോർഷണൽ ഇതിൻ്റെ വരുന്ന സമയത്ത് ഉള്ള ആ ബ്ലോക്കിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് എററാണ്, അതവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. While the proportional time considers the current size of the ET only at the time of the controller calculation, the integral time considers the history of the error. അതായത് പ്രൊപ്പോർഷനിൽ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു, അത് ഓൺലി എററിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേസമയത്ത് ഇൻ്റഗ്രലാണെങ്കിൽ ആ എറർ എത്ര സമയം അവിടെ നിൽക്കുന്നു, അവിടെ ടൈം ഫാക്ടറോടെ വന്നിരുന്നുണ്ട്. പ്രൊപ്പോർഷനിൽ എത്രമാത്രം അളവ് മാത്രമേ വരുന്നുള്ളൂ, എത്ര ശതമാനം ഔട്ട്പുട്ടാണ്. പക്ഷേ ഈ ഉണ്ടാകുന്ന എറർ എന്ന് പറയുന്നത് എത്ര അളവിലുള്ള എററാണ് എന്നുള്ളതാണ് പ്രൊപ്പോർഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതേസമയത്ത് ആ എറർ എത്ര സമയം ആ പ്രോസസ്സ് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫാക്ടറും കൂടെ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഓഫ്സെറ്റ് എറർ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാക്കാം. The integral mode responds to the size of the error and the length of the time error occurs. അപ്പോൾ ഇൻ്റഗ്രൽ മോഡ് എന്ന് പറയുന്നത് റെസ്പോൺസ് ടു ദ സൈസ് ഓഫ് ദ എറർ ആൻഡ് ആ എററിൻ്റെ സൈസും, അതായത് എത്രമാത്രം അളവിലുണ്ടെന്നുള്ളത് കൂടാണ്ട് തന്നെ എത്ര സമയം എന്നുള്ള രണ്ട് ഫാക്ടറോട് വരുന്നുണ്ട്. പ്രൊപ്പോർഷണൽ മോഡിലാണെങ്കിൽ ആ അളവ് മാത്രമേ, എററിൻ്റെ അളവിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നാണെങ്കിൽ ഇൻ്റഗ്രലിൽ ആ അളവും എററിൻ്റെ അളവും അതോടൊപ്പം തന്നെ ആ എറർ എത്ര സമയത്തേക്ക് ആ പ്രോസസ്സ് നിൽക്കുന്നു എന്നുള്ളൊരു ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇൻ്റഗ്രലിനോട് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഇൻ്റഗ്രൽ അതിന് മറ്റൊരു പേരാണ് റീസെറ്റ്. ഇൻ്റഗ്രൽ ആക്ഷൻ പ്രൊവൈഡ്സ് എ സിഗ്നൽ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ എറർ സിഗ്നൽ. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പ്രൊപ്പോർഷണൽ കൺട്രോൾ ബിക്കോസ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ക്യാൻസൽ എനി എറർ അണ്ടിൽ ദ ഓഫ്സെറ്റ് ഈസ് 0. ഓഫ്സെറ്റ് എററിനെ അവിടെ കുറയ്ക്കുന്നുണ്ട്. ദ യൂണിറ്റ് ഓഫ് ഇൻ്റഗ്രൽ കൺട്രോളർ ഔട്ട്പുട്ട് ഈസ് റിപ്പീറ്റ്സ് പെർ മിനിറ്റ് ഓർ മിനിറ്റ്സ് പെർ റിപ്പീറ്റ്. അത് ഇൻ്റഗ്രൽ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത് റിപ്പീറ്റ്സ് പെർ മിനിറ്റ് ഓർ മിനിറ്റ്സ് പെർ റിപ്പീറ്റിലാണ്. പ്രൊപ്പോർഷനിലാണ് നമ്മൾ പെർസെൻറ്റേജിലാണ് കൺട്രോളർ ഔട്ട്പുട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. റീസെറ്റ് ആക്ഷൻ മേക്സ് എ കൺട്രോൾ ലൂപ്പ് ലെസ് സ്റ്റേബിൾ. സ്റ്റെബിലിറ്റി കുറയ്ക്കുന്നുണ്ട്. കാരണം എപ്പോഴും കൺട്രോൾ ആക്ഷൻ ഒരു ടൈം ഫാക്ടർ, കൺട്രോൾ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു അൺസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും. ഈ ഒരു ഗ്രാഫിൽ ശ്രദ്ധിക്കുക. ഇതിനകത്ത് നമ്മൾ എറർ, ഒരു സ്റ്റെപ്പ് എറർ വരുമ്പോൾ
നമ്മുടെ പ്രൊപ്പോർഷണൽ ആക്ഷൻ ആണെങ്കിൽ പ്രൊപ്പോർഷണൽ ആക്ഷൻ ആ എററിൻ്റെ അളവിനെ മാത്രം തീരുമാനം എടുക്കുന്നു. അതേസമയത്ത് ഇൻ്റഗ്രൽ ആണെങ്കിൽ ആ ടൈം എത്ര നേരം എറർ നിന്നു എന്നുള്ളത് ഒരു ഫാക്ടറോടെ അവിടെ എടുക്കുന്നുണ്ട്. ആ മുകളിലത്തെ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അളവിനെ മാത്രമല്ല എത്ര സമയത്തേക്ക് എറർ നിലനിൽക്കുന്നു എന്നുള്ളതും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൺട്രോളർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Integral action corrects for any offset between the set point and process variable automatically by shifting the proportional band over a predefined time. ഇവിടെ ശരിക്കും ഇൻ്റഗ്രലിൽ ഓഫ്സെറ്റ് എറർ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യണമെന്നുള്ള പറഞ്ഞേക്കുന്നത് പ്രൊപ്പോർഷണൽ ബാൻഡിനെ ഷിഫ്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ശരിക്കും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനിൽ നമ്മളൊന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ കൺട്രോൾ ചെയ്യുന്നത് പ്രൊപ്പോർഷണൽ ബാൻഡിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ഇൻ്റഗ്രൽ ടൈം റിപ്പീറ്റ്സ് ദ പ്രൊപ്പോർഷണൽ ആക്ഷൻ ഓവർ ദ ടൈം സെറ്റ്. ഇൻ്റഗ്രൽ റീഡിഫൈൻസ് ദ ഔട്ട്പുട്ട് റിക്വയർമെൻറ്റ്സ് അറ്റ് ദ സെറ്റ് പോയിൻറ്റ് അണ്ടിൽ ദ പ്രോസസ് വേരിയബിൾ ആൻഡ് ദ സെറ്റ് പോയിൻറ്റ് ആർ ഈക്വൽ. ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ആക്ഷൻ ചെയ്യുന്നത് ആ പ്രൊപ്പോർഷണൽ ആക്ഷൻ അത് എത്ര സമയത്തേക്ക് ഒരു കൺട്രോളർ ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഔട്ട്പുട്ട് എത്ര സമയത്തേക്ക് കൊടുക്കണം എന്നുള്ളത്. കാരണം ആ എറർ ഇല്ലാണ്ടാക്കുന്നത് വരെ അത് കൊടുത്തുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു ഫീഡ്ബാക്ക് മാത്രമല്ല അവിടെ നടക്കുന്നത്, ആ എററിനെ സീറോ ആക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും കൂടെ അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഇൻ്റഗ്രൽ നടക്കുന്നത്. അതേസമയത്ത് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ ഒരു എന്തെങ്കിലും വേരിയേഷൻസ് പ്രോസസ്സിൽ ഡിസ്റ്റർബൻസും അല്ലെങ്കിൽ ലോഡ് ചേഞ്ചസും വന്നൊരു വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മൾ സെറ്റ് പോയിന്റ് റീച്ച് ചെയ്യുന്നില്ല. പക്ഷേ അതേസമയം ഇൻ്റഗ്രൽ ആക്ഷൻ ചെയ്യുന്നത് അത് എത്ര സമയം അവിടെ നമുക്ക് സമയമെടുത്ത്, അതുകൊണ്ട് കുറച്ച് സ്ലോ ആണ് പ്രോസസ്സ്, കുറച്ച് സ്ലോ ആവും എങ്കിലും ആ എറർ കറക്റ്റ് ചെയ്യാനുള്ള ആക്ഷൻ എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇൻ്റഗ്രൽ പ്രൊപ്പോർഷണൽ കൺട്രോളറിൻ്റെ കൂടെ ഇൻ്റഗ്രൽ ആക്ഷനുണ്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ് ഇൻഡസ്ട്രിയിൽ കൺട്രോളർ ഡിസൈൻ ചെയ്യുന്നത്. As long as there is an error present, the integral control mode will continuously increment or decrement the controller's output to reduce the error. എപ്പോഴും ആക്ഷൻ, അതായത് എററിനെ സീറോ ആക്കുന്നത് വരെ കൺട്രോൾ ആക്ഷൻ ഉണ്ടാകും. ആ എറർ എത്ര നേരം എററുണ്ട്, അതായത് എറർ നിലനിൽക്കുന്ന സമയത്തൂടെ എററിൻ്റെ വാല്യൂ മാത്രമല്ല എറർ എത്ര സമയം ആ പ്രോസസ്സിൽ നിലനിൽക്കുന്നു എന്നനുസരിച്ചിട്ട് കൺട്രോളർ ഔട്ട്പുട്ട് കൊടുക്കുന്നു. ആ ഔട്ട്പുട്ട് ആ എറർ സീറോ ആക്കുന്നത് വരെ തുടരുന്നു. അതാണ് ഇൻ്റഗ്രൽ മോഡ് ചെയ്യുന്നത്. If the error is large, the integral mode will increment or decrement the controller output fast. എറർ കൂടുതലാണെങ്കിൽ ഇൻ്റഗ്രൽ മോഡ് ഇൻ്റഗ്രൽ മോഡ് വിൽ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ദ കൺട്രോളർ ഔട്ട്പുട്ട് ഫാസ്റ്റ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ കൺട്രോളർ ഔട്ട്പുട്ടിനെ ചേഞ്ച് ചെയ്യും എറർ കൂടുതലാണെങ്കിൽ. ഇഫ് ദ എറർ ഈസ് സ്മോൾ, ദ ചേഞ്ചസ് വിൽ ബി സ്ലോവർ. ആ ഇൻ്റഗ്രൽ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ലോവിലായിരിക്കും ചേഞ്ച് ആവുക. ഇഫ് ദ ഇൻ്റഗ്രൽ ടൈം ഈസ് സെറ്റ് ടു ലോങ്, ഇൻ്റഗ്രൽ ടൈം സെറ്റ് ചെയ്യുന്നത് ഇൻ്റഗ്രൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇൻ്റഗ്രൽ ടൈം എന്നാണ് പറയുന്നത്. ആ സെറ്റ് ചെയ്യുമ്പോൾ അത് വളരെ കൂടുതലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ കൺട്രോളർ വിൽ ബി സ്ലഗ്ഗിഷ്. അതായത് വളരെ നമ്മൾ ടൈം കൂടുതൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പയ്യായിരിക്കും സെറ്റ് പോയിന്റിൽ എത്തുക. അപ്പോൾ സിസ്റ്റം വളരെ സ്ലോ ആവും. ഇഫ് ഇറ്റ് ഈസ് ടു ഷോർട്ട്, നമ്മൾ ഇൻ്റഗ്രൽ ടൈം വളരെ കുറഞ്ഞാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ദ കൺട്രോൾ വിൽ ഓസിലേറ്റ്, പെട്ടെന്ന് തന്നെ നടക്കുന്നൊരു ഓസിലേഷൻ നടക്കുന്നു. കൺട്രോൾ ഔട്ട്പുട്ട് വളരെ ഫാസ്റ്റായിട്ട് കൺട്രോൾ ഔട്ട്പുട്ട് കൊടുക്കും, അതായത് ഇൻ്റഗ്രൽ ടൈം കുറവാണെങ്കിൽ. അപ്പോൾ എന്താണ് ഈ പറയുന്ന സെറ്റ് പോയിന്റ് അപ്പുറം പ്ലസ് ഓർ മൈനസ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓസിലേറ്റ് ചെയ്യും ആൻഡ് ബിക്കം അൺസ്റ്റേബിൾ. ഇൻ്റഗ്രൽ കൺട്രോളർ അഡ്വാൻറ്റേജസ്: എലിമിനേറ്റ്സ് സ്റ്റഡി സ്റ്റേറ്റ് എറർ, അത് ഓഫ്സെറ്റിനെ പ്രൊപ്പോർഷണൽ കൺട്രോളർ ഉണ്ടാകുന്ന ഓഫ്സെറ്റ് എററിനെ എലിമിനേറ്റ് ചെയ്യുന്നു, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഡിക്രീസസ് ദ റൈസ് ടൈം, അതായത് ഇനീഷ്യൽ ഓവർഷൂട്ടൊക്കെ ഉണ്ടാകുന്ന അതിനെ കുറയ്ക്കുന്നു. ഡിസഡ്വാൻറ്റേജസ്: കോസസ് ഇൻ്റഗ്രൽ വൈൻഡപ്പ്. ഇൻ്റഗ്രൽ വൈൻഡപ്പ് എന്ന് പറയുന്ന ടൈം പറയുന്നത് താഴെ വീണ്ടും പറയുന്നുണ്ട്. ഇൻ്റഗ്രൽ വൈൻഡപ്പ് ഉണ്ടാക്കുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ലീഡ്സ് ടു മൈനർ ഇൻക്രീസ് ഇൻ ഓവർഷൂട്ട്, ചെറിയ ഓവർഷൂട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇതിലും. കുഡ് മേക്ക് എ സിസ്റ്റം ലെസ് സ്റ്റേബിൾ, സ്റ്റെബിലിറ്റി കുറയ്ക്കുന്നു. ഇൻക്രീസസ് സെറ്റിലിംഗ് ടൈം ആപ്ലിക്കേഷൻസ് ഇൻ കൺജക്ഷൻ വിത്ത് പ്രൊപ്പോർഷൻ കൺട്രോളർ. ഇൻ്റഗ്രൽ കൺട്രോളർ ഒരിക്കലും ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നില്ല. അതായത് നമുക്ക് പ്രൊപ്പോർഷൻ കൺട്രോളർ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഉപയോഗിക്കാം, അതായത് വളരെ ഔട്ട്സൈഡ് വേരിയേഷൻസ് ഒക്കെ കുറവുള്ള ചില പ്രോസസ്സിൽ പ്രൊപ്പോർഷൻ കൺട്രോളർ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇൻ്റഗ്രൽ കൺട്രോളർ ഒരിക്കലും ഒറ്റയ്ക്ക് ഉപയോഗിക്കില്ല. ഇൻ്റഗ്രൽ കൺട്രോളർ എപ്പോഴും പ്രൊപ്പോർഷൻ കൺട്രോളറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്.
നമ്മൾ ഇൻ്റഗ്രൽ വൈൻഡപ്പ് എന്ന് പറഞ്ഞ ടൈം നേരത്തെ പറഞ്ഞു. അതെന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? ഇൻ്റഗ്രൽ വൈൻഡപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് അക്യുമുലേറ്റിംഗ് ദ ഇൻ്റഗ്രൽ കമ്പോണൻറ്റ് ബിയോണ്ട് ദ സാച്ചുറേഷൻ ലിമിറ്റ് ഓഫ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. ഓൾസോ നോൺ as reset windup refers to the situation in a PID feedback controller where a large change in set point occurs and the integral time accumulates a significant error during the rise. ഇൻ്റഗ്രൽ വൈൻഡപ്പ് എന്ന് പറയുന്ന കണ്ടീഷൻ, ആ കണ്ടീഷൻ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PID ഫീഡ്ബാക്ക് കൺട്രോളിലൊക്കെ ലാർജ് സെറ്റ് പോയിന്റിലൊക്കെ വളരെ സെറ്റ് പോയിന്റിൽ ലാർജ് ചേഞ്ചസ് വരുന്ന സമയങ്ങളിൽ പെട്ടെന്ന് അത് സാധാരണ അങ്ങനെ ലാർജ് ചേഞ്ചസ് വരുന്നത് എപ്പോഴെങ്കിലും ഷട്ട് ഡൗൺ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ടൈമിൽ. അപ്പോൾ എപ്പോഴും ഇൻ്റഗ്രൽ വൈൻഡപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നിർത്തിയ പ്രോസസ്സ് തുടങ്ങുന്ന സമയത്തും അതുപോലെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഷട്ട് ഡൗൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, ഈ രണ്ട് സമയത്തും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് സെറ്റ് പോയിന്റിൽ ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്തുണ്ടാകുന്ന ഒരു എററാണ് ഇൻ്റഗ്രൽ വൈൻഡപ്പ്. അതായത് ഇൻ്റഗ്രൽ വൈൻഡപ്പ് ഉണ്ടാകുന്നത് പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടപ്പിലും ഷട്ട് ഡൗണിലും ഉണ്ടാകുന്ന ഒരു ഇതാണ്, ഒരു എററാണ്. പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടപ്പിലും ഷട്ട് ഡൗൺ ടൈമിലും ആ സെറ്റ് പോയിന്റിലുള്ള ചേഞ്ചസ് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. ആ സമയത്തുണ്ടാകുന്ന ഒരു എററാണ് ഇൻ്റഗ്രൽ വൈൻഡപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ഡെറിവേറ്റീവ് കൺട്രോളർ. ഡെറിവേറ്റീവ് കൺട്രോളർ ഈസ് ദ കൺട്രോൾ മോഡ് where the controller output is proposed to the derivative of error with respect to time. പേര് തന്നെയുണ്ട്, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കൺട്രോളർ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിച്ച് ഇസ് പ്രൊപ്പോസ് ടു ദ ഡെറിവേറ്റീവ് ഓഫ് എറർ. ഇനി ഡെറിവേറ്റീവ് കൺട്രോളർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്യൂച്ചർ എറർ. നമ്മൾ ആദ്യം പഠിച്ചു പ്രൊപ്പോർഷണൽ കൺട്രോളർ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രസൻറ്റ് എറർ, ഇൻ്റഗ്രൽ കൺട്രോളർ ഡിപ്പെൻഡ്സ് ഓൺ ദ പാസ്റ്റ് എറർ, ഡെറിവേറ്റീവ് കൺട്രോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്യൂച്ചർ എറർ. Derivative controller decides how fast the controller output will be given to reduce the error to zero. അതായത് എത്രമാത്രം ഫാസ്റ്റായിട്ട് കൺട്രോളർ ഔട്ട്പുട്ട് കൊടുക്കണം എന്നുള്ള തീരുമാനമാണ് ഡെറിവേറ്റീവ് കൺട്രോളർ എടുക്കുന്നത്. നമ്മളിത് ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ കൺട്രോളറിൽ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അത് എത്ര അളവിൽ കൺട്രോളർ ഔട്ട്പുട്ട് കൊടുക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് പ്രൊപ്പോർഷണൽ കൺട്രോളർ. ആ കൺട്രോളർ ഔട്ട്പുട്ട് എത്ര സമയത്തേക്ക് കൊടുക്കണം, എറർ സീറോ ആക്കാൻ വേണ്ടി എത്ര സമയത്തേക്കാണ് കൺട്രോൾ ഔട്ട്പുട്ട് കൊടുക്കണം എന്ന് തീരുമാനമെടുക്കുന്നതാണ് ഇൻ്റഗ്രൽ കൺട്രോളർ. ഡെറിവേറ്റീവ് കൺട്രോളർ എന്ന് പറയുന്നത് ആ കൺട്രോളർ ഔട്ട്പുട്ട് എത്ര ഫാസ്റ്റായിട്ട് ആ പ്രോസസ്സിൽ കൊടുക്കണം എന്ന് തീരുമാനമെടുക്കുന്നതാണ് ഡെറിവേറ്റീവ് കൺട്രോളർ. ഡെറിവേറ്റീവ് കൺട്രോളർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ C of t is proportional to d by dt of E of t. C of t equal to kd into d by dt of E of t. C of t എന്ന് പറഞ്ഞാൽ കൺട്രോളർ ഔട്ട്പുട്ട്, E of t എറർ, KD എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഓവർ റേറ്റ് ടൈം. ഡെറിവേറ്റീവ് കൺട്രോളിൻ്റെ മറ്റൊരു പേരാണ് റേറ്റ് കൺട്രോളർ. ഇൻ്റഗ്രൽ കൺട്രോളർ നമ്മൾ പഠിച്ചു. ഇൻ്റഗ്രൽ കൺട്രോളിൻ്റെ മറ്റൊരു പേരാണ് റീസെറ്റ് കൺട്രോളർ. ഡെറിവേറ്റീവ് കൺട്രോളർ മറ്റൊരു പേരാണ് റേറ്റ് കൺട്രോളർ. ബ്ലോക്ക് ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഫീഡ്ബാക്ക് ലൂപ്പിൻ്റെ വെച്ച് തന്നെയുള്ള ബ്ലോക്ക് ഡയഗ്രമാണ്. ഗെയിൻ അവിടെ കാണിച്ചിട്ടുണ്ട്, KD DE by dt of E of t. ഇത് നമ്മൾ ഗ്രാഫിൽ കാണാം. കൺട്രോളർ ഔട്ട്പുട്ട് എറർ ഒരു റാം സിഗ്നലായിട്ടുള്ള ഒരു എററാണ് എങ്കിൽ നമ്മൾ കൺട്രോളർ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഒരു സഡൻ ചേഞ്ച് ആയിരിക്കും, ഒരു സ്റ്റെപ്പ് ഔട്ട്പുട്ടായിരിക്കും കൺട്രോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എറർ എന്ന് പറയുന്ന ഒരു റാം ലെവലിലുള്ള സിഗ്നലാണെങ്കിൽ കൺട്രോളർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സഡൻ ചേഞ്ച് ആയിരിക്കും. നമുക്ക് നോക്കാം. The rate action is an anticipatory control which provides a large initial control signal to limit the final deviation. റേറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കൺട്രോളർ എപ്പോഴും ചെയ്യുന്നത് ഒരു സഡൻ ആയിട്ടുള്ള കൺട്രോളർ ഔട്ട്പുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഡെറിവേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് ഹൗ ഫാസ്റ്റ് ദ കൺട്രോളർ ഔട്ട്പുട്ട് ഗിവൺ. കൺട്രോളർ ഔട്ട്പുട്ട് എത്ര ഫാസ്റ്റായിട്ട് കൊടുക്കണം എന്നുള്ള തീരുമാനമാണ് ഡെറിവേറ്റീവ് കൺട്രോൾ എടുക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞു ഫ്യൂച്ചർ എറർ. ഈ എറർ എത്തുന്നതിന് മുമ്പേ ഔട്ട്പുട്ട് കൊടുക്കുകയാണ്. എറർ വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഔട്ട്പുട്ട് കൊടുക്കുന്നു. അപ്പോൾ സാധാരണ ഡെറിവേറ്റീവ് കൺട്രോളർ നമ്മൾ ആഡ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് ഉള്ള പ്രോസസ്സിലാണ് ഡെറിവേറ്റീവ് കൺട്രോളർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നു കഴിഞ്ഞാൽ ഓൾറെഡി എറർ വരുമെന്നുള്ള അനുമാനത്തിൽ നമ്മൾ കൺട്രോളർ ഔട്ട്പുട്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ഡെറിവേറ്റീവ് കൺട്രോളർ ആഡ് ചെയ്യുന്നത്. It can be seen that the derivative control gives a large immediate control signal which will limit the deviation. The proportional action is then superimposed upon the step
വെൻ ദ എറർ സ്റ്റോപ്പ് ചേഞ്ചിങ് ഡെറിവേറ്റീവ് ആക്ഷൻ സീസസ്. അത് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ എറർ വരുന്നതിന് എറർ വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൻറ്റിസിപ്പേറ്റ് ആയിട്ട് ഒരു കൺട്രോൾ ഔട്ട്പുട്ട് കൊടുക്കുന്നു, ഒരു സ്റ്റെപ്പായിട്ടുള്ള കൺട്രോൾ ഔട്ട്പുട്ട് കൊടുക്കുന്നു. ആ രീതിയിലുള്ള കൺട്രോൾ ഔട്ട്പുട്ടിനെയാണ് ആ രീതിയിലുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള ചേഞ്ചിങ് ഉള്ള പ്രോസസ്സുകളിലാണ് ഡെറിവേറ്റീവ് കൺട്രോളേഴ്സ് ഉപയോഗിക്കുന്നത്. ദി യൂസ് ഓഫ് ഡെറിവേറ്റീവ് കൺട്രോൾ ഈസ് ലിമിറ്റഡ്. വളരെ ലിമിറ്റഡ് ആണ് യൂസാണ് ഡെറിവേറ്റീവ് കൺട്രോളറിനുള്ളത്. അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ് ദ ഡെറിവേറ്റീവ് കൺട്രോൾ ലുക്സ് അട്രാക്റ്റീവ്. അതായത് എറർ വരുന്നതിന് മുമ്പേ ഔട്ട്പുട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നാമെങ്കിലും അത് എപ്പോഴും നമ്മൾ സക്സസ് ആവണമെന്നില്ല. ഇറ്റ് ഷുഡ് ഹെൽപ്പ് റിഡ്യൂസ് ദ ടൈം റിക്വയർഡ് ടു സ്റ്റെബിലൈസ് ആൻ എറർ. ഓക്കെ, പെട്ടെന്ന് ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്, എറർ കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ എറർ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൊടുക്കുമ്പോൾ എറർ വന്നില്ല എങ്കിലും വീണ്ടും അത് സിസ്റ്റത്തെ അൺസ്റ്റേബിൾ ആകും. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ടുള്ള ചേഞ്ചിങ് പ്രോസസ്സിൽ ഓൾറെഡി എറർ വരുമെന്നുള്ള അനുമാനത്തിലുള്ളതിൽ മാത്രമേ നമുക്ക് ഡെറിവേറ്റീവ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെറിവേറ്റീവ് കൺട്രോളറും നമ്മൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കുകയില്ല, എപ്പോഴും പ്രൊപ്പോർഷൻ കൺട്രോളറിൻ്റെ കൂട്ടത്തിലാണ് ഉപയോഗിക്കുക. ഇൻ്റഗ്രൽ കൺട്രോളർ ആയാലും ഡെറിവേറ്റീവ് കൺട്രോളർ ആയാലും സിംഗിളായിട്ട് ഉപയോഗിക്കുകയില്ല, അത് വിത്ത് പ്രൊപ്പോർഷൻ കൺട്രോളർ ആയിരിക്കും ഉപയോഗിക്കുക. ഡെറിവേറ്റീവ് കൺട്രോളർ. ഡെറിവേറ്റീവ് ഓർ റേറ്റ് ആക്ഷൻ ഈസ് ആൻറ്റിസിപ്പേറ്ററി ആൻഡ് വിൽ യൂഷ്വലി റിഡ്യൂസ് ബട്ട് നോട്ട് എലിമിനേറ്റ് ദ ഓഫ്സെറ്റ്. ഡെറിവേറ്റീവ് കൺട്രോളർ ഇവിടെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കും, പക്ഷേ ഓഫ്സെറ്റ് എററിനെ എലിമിനേറ്റ് ചെയ്യുന്നില്ല. ഡെറിവേറ്റീവ് കൺട്രോളർ ഔട്ട്പുട്ട് എക്സ്പ്രസ്ഡ് ഇൻ മിനിറ്റ്സിലാണ് ഡെറിവേറ്റീവ് കൺട്രോളർ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ടെൻസ് ടു റെഡ്യൂസ് ലാഗ് ഇൻ എ കൺട്രോൾ ലൂപ്പ്. ഒരു കൺട്രോൾ ലൂപ്പിൽ ലാഗ് കുറയ്ക്കും, കാരണം വളരെ ഫാസ്റ്റായിട്ട് ഔട്ട്പുട്ട് കൊടുക്കുന്നതുകൊണ്ട് ലാഗിന് ഒരു ഡിലേ കുറയ്ക്കും. ഇറ്റ്സ് യൂസ് ഈസ് ജനറലി ലിമിറ്റഡ് ടു സ്ലോ ആക്ടിങ് പ്രോസസ്. ഒരു സ്ലോ ആക്ടിങ് പ്രോസസ്സിലും ആണ് ഇത് ലിമിറ്റ് ചെയ്തേക്കുന്നത്. അഡ്വാൻറ്റേജസ്. ഡെറിവേറ്റീവ് ആക്ഷൻ ഈസ് യൂസ് ടു മേക്ക് ദ കൺട്രോൾ ഫാസ്റ്റർ. വളരെ ഫാസ്റ്റായിട്ട് ഔട്ട്പുട്ട് ആവശ്യമുള്ള ഇതിലാണ്, ഒരു പ്രോസസ്സിലാണ്, വളരെ ഫാസ്റ്റായിട്ട് കൺട്രോൾ ഔട്ട്പുട്ട് ആവശ്യമുള്ള പ്രോസസ്സുകളാണ് ഡെറിവേറ്റീവ് കൺട്രോളേഴ്സ് ഉപയോഗിക്കുന്നത്. ഇറ്റ് മേക്സ് ദ ലൂപ്പ് മോർ സ്റ്റേബിൾ. പെട്ടെന്ന് കൊടുക്കുന്നതുകൊണ്ട് സ്റ്റേബിൾ ആകും. ഇറ്റ് ഇംപ്രൂവ്സ് ദ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഡിസഡ്വാൻറ്റേജസ്. നെവർ യൂസ് ഡെറിവേറ്റീവ് കൺട്രോൾ എലോൺ. ഒറ്റയ്ക്ക് ഉപയോഗിക്കുകയില്ല. ഇറ്റ് ആംപ്ലിഫൈസസ് ദ നോയിസ് സിഗ്നൽസ് ടു. ഒരു സിസ്റ്റം പ്രോസസ്സിൽ ഉണ്ടാകുന്ന നോയിസിനെ കൂടി ആംപ്ലിഫൈ ചെയ്യുന്നതുകൊണ്ട് അത് വളരെ റെയറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ കൺട്രോളർ. അത് ആ പേര് പറഞ്ഞ പോലെ തന്നെ പ്രൊപ്പോർഷണലും ഇൻ്റഗ്രലും കൂടെ ഒരുമിച്ചുള്ള കൺട്രോളേഴ്സ്, PI കൺട്രോളർ. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ C of t equal to KP into E of t plus KI into integral of e to dt. നമ്മൾ ഗ്രാഫിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ പി പ്രൊപ്പോർഷനിൽ മാത്രമുള്ളതിൽ എന്താണ്, അവിടെ സെറ്റ് പോയിൻ്റ് റീച്ച് ചെയ്യുന്നില്ല. അതിന് പകരം സെറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അവിടെ കാണിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലത്തെ ലൈനാണ്. താഴെയുള്ള സെൻറ്ററിലുള്ള ബ്ലൂ ലൈനാണ് പ്രോസസ് വേരിയബിൾ. അപ്പോൾ സെറ്റ് പോയിൻറ്റിലേക്ക് പ്രോസസ് വേരിയബിൾ കൺട്രോൾ ഔട്ട്പുട്ട് കൊടുത്ത ശേഷവും റീച്ച് ചെയ്യുന്നില്ല, ഒരു എറർ ഉണ്ടാകുന്നു. അതേ സമയത്ത് PI കൺട്രോളർ ആണെങ്കിൽ കൺട്രോൾ ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ലാഗ് ചെയ്തെങ്കിലും കൺട്രോൾ ഔട്ട്പുട്ട് കുറേ ലാഗ് ചെയ്തിട്ടാണ് കൺട്രോൾ ഔട്ട്പുട്ട് വരുന്നത്. കാരണം ഇൻ്റഗ്രൽ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ടൈമും കൂടെ കൂടുതൽ സമയം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ്, കൺട്രോളർ ഔട്ട്പുട്ട് നമ്മുടെ ആ ഗ്രാഫിൽ തന്നെ കാണാം, കൂടുതൽ ഒരു ആ കൺട്രോളർ ഔട്ട്പുട്ടിൻ്റെ രണ്ടാമത്തെ റൈറ്റ് സൈഡിലുള്ള ഗ്രാഫിൽ കൺട്രോളർ ഔട്ട്പുട്ട് കൂടുതൽ സമയത്തേക്ക് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ സമയത്തേക്ക് കൊടുക്കുന്നതുകൊണ്ട് ആ മുകളിൽ ഉള്ള പ്രോസസ്സ് വേരിയബിളിനെ സെറ്റ് പോയിൻറ്റിലേക്ക് അവൻ എത്തിക്കുന്നുണ്ട്. അതായത് ഒരു റിസൾട്ട് കിട്ടിയ ശേഷമാണ് ഇൻ്റഗ്രൽ ആക്ഷൻ പിൻവാങ്ങുന്നത്. അതായത് പ്രൊപ്പോർഷണലാണെങ്കിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് എറർ, ഓക്കെ, ഇത്ര എറർ ഒരു കണ്ടീഷനിൽ പ്രോസസ്സ് അവിടെ നിർത്തുന്നു. കൺട്രോളർ ഔട്ട്പുട്ട് ഒരു കോംപ്രമൈസ് ചെയ്ത് ഒരു എററിൽ അവൻ സ്റ്റെബിലൈസ് ചെയ്യുന്നു. അതേ സമയത്ത് ഇൻ്റഗ്രൽ ആക്ഷൻ ആണെങ്കിൽ ആ എററിനെ 0 ആക്കുന്നത് വരെ അത് തുടരുന്നു, കൺട്രോൾ ഔട്ട്പുട്ട് കൊടുക്കുന്നു. ബ്ലോക്ക് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജസ്. പ്രൊപ്പോർഷൻ പ്ലസ് ഇൻ്റഗ്രൽ കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസ്: 0 സ്റ്റഡി സ്റ്റേറ്റ് എറർ, സ്റ്റെബിലിറ്റി ആൻഡ് മാക്സിമം പീക്ക് ഓവർഷൂട്ട് ഈസ് ബെറ്റർ ദാൻ ദ ഇൻ്റഗ്രൽ ഒളി കൺട്രോളർ. ഓക്കെ, ഓഫ്സെറ്റിനെ കുറയ്ക്കുന്നു, ഓഫ്സെറ്റ് എറർ എലിമിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, മാക്സിമം പീക്ക് ഓവർഷൂട്ട് എന്ന് പറയുന്നത് ഒക്കെ ഒരു
വളരെയധികം കുറയ്ക്കുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ്: വി കനോട്ട് യൂസ് PI കൺട്രോളർ ഫോർ സ്ലോ മൂവിങ് പ്രോസസ് ഓർ വേരിയബിൾസ്. വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സിൽ നമ്മളിത് ഉപയോഗിക്കുന്നില്ല. ആപ്ലിക്കേഷൻസ്: മെജോറിറ്റി ഓഫ് ദ സ്പീഡ് കൺട്രോൾ ആപ്ലിക്കേഷൻസ് യൂസ് PI കൺട്രോൾ. ഏറ്റവും കൂടുതൽ സ്പീഡ് കൺട്രോൾ ആപ്ലിക്കേഷൻ, ഏറ്റവും മോട്ടോർ സ്പീഡ് കൺട്രോൾ, അതുപോലെ തന്നെ ജനറേറ്റർ, ടർബൈൻ, ഇതിൻ്റെ എല്ലാ സ്പീഡ് കൺട്രോളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ കൺട്രോളറാണ്. ഇത് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് P+I കൺട്രോളറാണ്. അടുത്ത പ്രൊപ്പോർഷണൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോളർ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പ്രൊപ്പോർഷണൽ ആൻഡ് ഡെറിവേറ്റീവ് കൺട്രോളർ. ദിസ് കൺട്രോൾ ഈസ് യൂസ് ടു ഇംപ്രൂവ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ കൺട്രോൾ സിസ്റ്റം വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്റ്റഡി സ്റ്റേറ്റ്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. CT = KP × ET പ്ലസ് KD × D/dt ഓഫ് ET. അതായത് ഒരു പോർഷണലിൻ്റെയും ഡെറിവേറ്റീവിൻ്റെയും കൂടെ ഒരു സമ്മേഷനാണ്. അതിവിടെ ഗ്രാഫിക്കലായി റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണൽ ആക്ഷനിൽ നമ്മളൊരു ചേഞ്ചസ് വരുന്ന സമയത്ത് ഇവിടെ വളരെ ഫാസ്റ്റായിട്ടുള്ള സഡൻ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. പ്രൊപ്പോർഷണലിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡെറിവേറ്റീവ് ആഡ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇനീഷ്യലി ഒരു സഡൻ സ്പൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് പ്രൊപ്പോർഷന് കൂടെ നമുക്ക് ഡെറിവേറ്റീവ് ആഡ് ചെയ്യാം. ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വളരെ സഡൻ ആയിട്ടുള്ള ചേഞ്ചുള്ള പ്രോസസ്സുകളിൽ ഡെറിവേറ്റീവ് കൺട്രോളർ പ്രൊപ്പോർഷൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സിനെ ഫാസ്റ്റ് റെസ്പോണ്ട് ആക്കുന്നുണ്ട്. അഡ്വാൻറ്റേജ്: സ്റ്റെബിലിറ്റി ഇൻക്രീസ്ഡ്, മാക്സിമം പീക്ക് ഓവർഷൂട്ട് ഇസ് ഡിക്രീസ്ഡ്, സെറ്റിലിംഗ് ടൈം ഡിക്രീസസ്. സെറ്റിലിംഗ് ടൈം ഡിക്രീസ് അത് കാരണം വളരെ ഫാസ്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഇൻ്റഗ്രൽ ആഡ് ചെയ്യുമ്പോൾ ഒരു ഡിലേഡ് ഔട്ട്പുട്ടാണ് വരുന്നത്. അതേസമയത്ത് ഡെറിവേറ്റീവ് ആഡ് ചെയ്യുമ്പോൾ സഡൻ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നതിനാൽ സ്റ്റെബിലിറ്റി പെട്ടെന്ന് റീച്ച് ചെയ്യുന്നു. ഡിസഡ്വാൻറ്റേജസ്: സ്റ്റഡി സ്റ്റേറ്റ് എറർ, അതായത് ഓഫ്സെറ്റ് എറർ അവിടെ എലിമിനേറ്റ് ചെയ്യുന്നില്ല. കനോട്ട് ബി യൂസ്ഡ് ഫോർ ഫാസ്റ്റ് മൂവിങ് പ്രോസസ് വേരിയബിൾസ് ലൈക്ക് ഫ്ലോ, പ്രഷർ, അതിനൊന്നും ഉപയോഗിക്കുന്നില്ല. ഹൈലി അഫക്റ്റഡ് ബൈ എക്സ്റ്റേണൽ നോയ്സസ് അത് ആംപ്ലിഫൈ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് ഒരു എക്സ്റ്റേണൽ നോയ്സസ് ഒക്കെ കൂടുതലുള്ള പ്രോസസ്സിൽ ഉപയോഗിക്കുന്നില്ല. ഡെറിവേറ്റീവ് കൺട്രോൾ ഉപയോഗിക്കാറില്ല. ആപ്ലിക്കേഷൻ: PD കൺട്രോൾസ് ആർ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ടെമ്പറേച്ചർ കൺട്രോൾ ആപ്ലിക്കേഷൻ. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കൺട്രോൾ ആപ്ലിക്കേഷൻസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് PD കൺട്രോളേഴ്സാണ്. PDയും PIDയും. PID നമ്മളിനി പഠിക്കുന്നുണ്ട്. മൂന്നും പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോളർ. അതാണ് അടുത്തത്. ഇതിനകത്ത് ബ്ലോക്ക് ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോളർ. നമ്മളിവിടെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ ഓസിലേഷൻസ് ഉള്ള ആദ്യത്തെ ഗ്രാഫ് നോക്കുക. അത് ഏതാണെന്നാണ് കാണിച്ചിരിക്കുന്നത്? അത് പ്രൊപ്പോർഷണൽ ആൻഡ് ഇൻ്റഗ്രൽ കൺട്രോളറിനാണ് കാണിച്ചിരിക്കുന്നത്. പ്രൊപ്പോർഷണൽ ആൻഡ് ഇൻ്റഗ്രൽ കൺട്രോളറാണ് ഏറ്റവും കൂടുതൽ ഓവർഷൂട്ട് ചെയ്യുന്ന ഒരു ഡാർക്ക് ലൈൻ കാണിച്ചിരിക്കുന്നത്. പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രലാണ് ആദ്യം ഓസിലേറ്റ് ചെയ്ത് അവസാനം സെറ്റ് പോയിന്റിലേക്ക് പയ്യെ റീച്ച് ചെയ്യുന്നു. അടുത്തത് നമ്മൾ പ്രൊപ്പോർഷനിൽ മാത്രം കാണിച്ചിട്ടുണ്ട് ഒരു ഡോട്ടഡ് ലൈൻ. ഏറ്റവും സ്പൈക്ക് രണ്ടാമത് വരുന്ന ആ ഡോട്ടഡ് ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ അത് എന്താണ്? നമുക്കൊരു ഓഫ്സെറ്റ് എറർ, ഒരിക്കലും സെറ്റ് പോയിന്റ് റീച്ച് ചെയ്യുന്നില്ല. ഡോട്ടഡ് ലൈൻ നോക്കുക, അത് സെറ്റ് പോയിന്റിൽ റീച്ച് ചെയ്യുന്നില്ല. അതിന് പകരം ഒരു സെറ്റ് പോയിന്റ് താഴെയാണ് അത് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണൽ കൺട്രോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ്സെറ്റ് എറർ, ആ ഒരു എറർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പേരാണ് ഓഫ്സെറ്റ് എറർ. PI കൺട്രോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ കൺട്രോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ കൺട്രോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓഫ്സെറ്റ് എററിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ഇനി PID ആണെങ്കിലോ? PID ആണെങ്കിൽ ഈ പറയുന്ന ഓസിലേഷൻസിൻ്റെ ആ സ്പൈക്ക് നോക്കുക വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റ് പോയിന്റിൽ റീച്ച് ചെയ്യുന്നു. അപ്പം പ്രൊപ്പോർഷണൽ മാത്രം ഉപയോഗിച്ചാലുള്ളത് കണ്ടു. പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ ഉപയോഗിക്കുന്നു. പ്രൊപ്പോർഷണൽ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓഫ്സെറ്റ് ക്രിയേറ്റ് ആകുന്നു. പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓസിലേഷൻസ് കൂടുതലായിരിക്കും, പക്ഷേ സ്റ്റേബിൾ ആകുന്നു. ഓഫ്സെറ്റ് എററിനെ 0 ആക്കുന്നു. സെറ്റ് പോയിന്റ് റീച്ച് ചെയ്യുന്നു. P+I+D ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓവർ ഷൂട്ടിങ്ങും കുറവാണ്. സ്പൈക്ക് പെട്ടെന്ന് തന്നെ സ്റ്റേബിളായിട്ട്
സെറ്റ് പോയിന്റിൽ റീച്ച് ചെയ്യുന്നു, ഓഫ്സെറ്റ് എറർ 0യുമാണ്. ഇതിൻ്റെ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. പ്രൊപ്പോർഷണൽ, ഇൻ്റഗ്രൽ, ഡെറിവേറ്റീവ് കൺട്രോളറും അതോടൊപ്പം തന്നെ വിത്ത് ഓൺ ഓഫ് കൺട്രോളിൻ്റെ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവാം. ഓൺ ഓഫ് കൺട്രോളർ ആണെങ്കിൽ വേരിയേഷൻസ് കൂടുതലാണ്. പ്രൊപ്പോർഷണൽ മാത്രമാണെങ്കിൽ ഒരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ആവുന്നു. പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓഫ്സെറ്റിൻ്റെയും എററും കുറച്ച് നമുക്ക് സെറ്റ് പോയിന്റ് റീച്ച് ചെയ്യുന്നു. പ്രൊപ്പോർഷണൽ പ്ലസ് ഡെറിവേറ്റീവ് ആണെങ്കിലും ചെറിയ രീതിയിൽ ഓഫ്സെറ്റ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് തന്നെ സെറ്റിലാവുന്നു. പി പ്ലസ് ഐ പ്ലസ് ഡി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ആക്യുറേറ്റ് കൺട്രോൾ സിസ്റ്റമാണ് പി പ്ലസ് ഐ പ്ലസ് ഡി. അത് ഏറ്റവും താഴത്തെ ഗ്രാഫ് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. പെട്ടെന്ന് തന്നെ വേരിയേഷൻ നമ്മൾ സെറ്റ് പോയിന്റ് റീച്ച് ചെയ്യുന്നു. അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോളർ. സ്റ്റഡി സ്റ്റേറ്റ് എറർ 0, ഓഫ്സെറ്റ് എറർ 0 ആവുന്നു. മോഡറേറ്റ് പീക്ക് ഓവർഷൂട്ട്. പീക്ക് ഓവർഷൂട്ട് വളരെ, അതായത് ഒരു വേരിയേഷൻസ് നമ്മൾ കണ്ടു, ഗ്രാഫിൽ തന്നെ കണ്ടു, വളരെ ചെറിയ രീതിയിലാണ് ഓസിലേഷൻ ഉണ്ടാകുന്നുള്ളൂ. അത് വളരെ ലിമിറ്റഡ് ഓവർഷൂട്ടാണ്. മോഡറേറ്റ് സ്റ്റെബിലിറ്റി ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺട്രോളിങ് ബോത്ത് ഫാസ്റ്റ് ആൻഡ് സ്ലോ പ്രോസസ്സസ്. വളരെ ഫാസ്റ്റായ പ്രോസസ്സുകൾക്കും വളരെ സ്ലോ ആയ പ്രോസസ്സുകൾക്കും PID ഉപയോഗിക്കാം. ഡിസഡ്വാൻറ്റേജസ്, കോസ്റ്റ് ഈസ് വെരി ഹൈ. കാരണം കൂടുതൽ കമ്പോണൻസ് വരുന്നു. പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ പ്ലസ് ഡെറിവേറ്റീവ് കോംപ്ലിക്കേറ്റഡ് ആണ്, കൂടുതൽ കമ്പോണൻസ് വരുന്നു, അതുകൊണ്ട് കോസ്റ്റ് കൂടുതലാണ്. കോംപ്ലക്സിറ്റി ഇൻ ട്യൂണിങ് ആൻഡ് ഡിസൈൻ ചെയ്യുന്നതിനും അതുപോലെ ട്യൂൺ ചെയ്തെടുക്കുന്നതിനും ഈ പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഒക്കെ ട്യൂൺ ചെയ്ത് കൂടുതൽ സമയമെടുക്കുന്നു. ആപ്ലിക്കേഷൻ PID കൺട്രോളർ ക്യാൻ യൂസ്ഡ് ഫോർ ഓൾമോസ്റ്റ് എവറി ആപ്ലിക്കേഷൻ ബൈ പ്രോപ്പർ ട്യൂണിങ്. ഏതൊരു ആപ്ലിക്കേഷനിലും PID കൺട്രോളറിന് വളരെ ഏറ്റവും സ്ലോ ആയാലും ഫാസ്റ്റായ പ്രോസസ്സുകളായാലും ഏത് തരം പ്രോസസ്സുകളായാലും PID കൺട്രോളർ ഉപയോഗിക്കുന്നുണ്ട്. താങ്ക് യു.